ഈ സോൾ ഉണ്ടായത് എങ്ങനെയാണ്, ഈ സോളിൻ്റെ സഞ്ചാരം എങ്ങനെയാണ്, ഈ ജന്മം ഈ സ്ഥലത്ത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇയാൾ ജനിച്ചത് എന്തുകൊണ്ടാണ്, ആ ജനിച്ചതൊരു ആപേക്ഷികതയുണ്ട്, അതിനൊരു കാരണമുണ്ടാവും, അയാൾ എന്തുകൊണ്ട് എന്തൊക്കെ ഫലത്തിലൂടെ കടന്നു പോകും എന്നുള്ളൊരു ഒബ്സർവേഷനാണ്. അപ്പോൾ അതിനകത്ത് ദൃഢഫലം എന്നും അദൃഢഫലം എന്നും ദൃഢാദൃഢഫലം എന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ടാവും. ദൃഢഫലം അത് ഫിക്സഡാണ്, അയാളുടെ കർമ്മം, അയാളുടെ മാറില്ല, അയാളുടെ പ്ലേ ഗ്രൗണ്ട് അതാണ്, അയാളുടെ ലൈഫ് ആ ഒരു ഏരിയയിലായിരിക്കും ഉള്ളത്. എന്നാൽ അദൃഢഫലം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം ഇത് കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്ട്രോളജി ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങളൊരു ജസ്റ്റ് ഒരു ഫാൻറ്റസി പോലും ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവും. ദൃഢഫലം ജീവിതത്തിൽ മാറില്ല. ജനനം, മരണം, അതുപോലുള്ള ചില കാര്യങ്ങൾ, അയാൾ ഇന്ന ആയിത്തീരണം, അല്ലെ ഇന്ന ഏരിയയിലൂടെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുള്ളതൊക്കെ പറയുന്നത് ദൃഢഫലങ്ങളാണ്. അത് ഫിക്സഡ് ആണ്. പ്ലോട്ട്, അച്ഛൻ, അമ്മ, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. അത് ദൃഢഫലമാണ്. അദൃഢഫലം എന്ന് പറയുന്നത് ജാതകത്തിൽ കാണും, ചിലപ്പോൾ വരുത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ജാതകങ്ങളിൽ രാജയോഗങ്ങളുണ്ടാകും, പക്ഷെ അത് കാണത്തില്ല, അത് വർക്ക് ചെയ്യില്ല. ദൃഢാദൃഢഫലം എന്ന് പറയും, വരാനും വരാതിരിക്കാനുമുള്ള സാധ്യത. പലപ്പോഴും ഈ ദൃഢാദൃഢ ഫലങ്ങളെയാണ് നമ്മൾ കൂടുതലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത് സഞ്ചിത പ്രാരാബ്ധ ആഗമ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 എണ്ണവും വരുന്നത്. ഞാൻ അതിന് വേണ്ടി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കർമ്മഫലത്തെ ബേസ് ചെയ്ത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. കർമ്മസിദ്ധാന്തം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ട. അപ്പം ദൃഢഫലം ഫിക്സഡ്, അത് മാറ്റം വരില്ല. അദൃഢഫലം വരാം, മിക്കവാറും അത് കാണത്തുമില്ല.